ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. അതെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളെപ്പോഴും ചിക്കനൊക്കെ ഉണ്ടാക്കണതല്ലേ, അപ്പോൾ ഇനി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 3 സവാള ഉള്ളി മീഡിയം സൈസിൽ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 4 പച്ചമുളക്, കുറച്ച് മിൻറ്റ് ലീഫ്, കുറച്ച് കൊറിയാണ്ടർ ലീഫ്, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്കും 1 ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ തേങ്ങാക്കൊത്തൊന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതിനെ ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകും നമ്മുടെ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇങ്ങനെ നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും അത് നല്ല പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് വേഗം തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി ഏകദേശം ഒന്ന് ഇത് ഫ്രൈ ആവണ്ട, പക്ഷെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണ് അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി മസാലയുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയും ആ ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതേ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കേണ്ട, വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്കിതിനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോഴേ നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളിയും ആ ഉള്ളിയും എല്ലാം കൂടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഇത് കുക്കാക്കി നന്നായിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ കയ്യിലുള്ള ആ കൊറിയാണ്ടർ ലീഫിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു മിൻറ്റിൻ്റെ ലീഫ് എടുത്ത് വെച്ചില്ലായിരുന്ന അത് ഇതിനകത്തേക്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു നല്ല ഒരു ഗ്രേവി പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഇതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഞാൻ വെറുതെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഉപ്പോ മസാലയോ ഒന്നും ചേർത്തിട്ടുണ്ടായില്ല. ആ ചിക്കൻ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ആ മസാല ഈ ചിക്കനിലെ എല്ലാ സൈഡിലും പിടിക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ആ ചിക്കനിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ മസാല നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിക്കണം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഇത് മോർ ദാൻ ഹാഫ് ഇവിടെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഇത് തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം അത്യാവശ്യം വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിന് തുറന്ന് തന്നെ വെച്ച് ബാക്കി കുക്ക് ചെയ്താൽ മതിയേ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മസാലയൊക്കെ പിടിച്ചു വരുന്ന സമയത്ത് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 പിഞ്ച് ഷുഗർ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പക്ഷെ ആ ഒരു പിഞ്ച് ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനിനകത്ത് ആ വെള്ളമൊക്കെ വറ്റി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് കുറച്ചും കൂടെ കൊറിയാണ്ടർ ലീഫും കൂടി ഇട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആ ചിക്കൻ കൊണ്ടുള്ള ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അതുപോലെ തന്നെ ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ഒരു ബെസ്റ്റ് കോംബോയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.